രാഷ്ട്രീയ സമദൂര നിലപാടിൽ നിന്ന് NSS പിന്നോട്ട് പോവുകയാണ്. ആഗോള അയ്യപ്പ സംഘം ബഹിഷ്കരിച്ച കോൺഗ്രസിനെതിരെ NSS ജനറൽ സെക്രട്ടറി ആഞ്ഞടിച്ച് രംഗത്തെത്തിയിരുന്നു. നേരത്തെ ഞങ്ങളുടെ പ്രതിനിധി PR പ്രവീണയോട് സുകുമാരൻ നായർ നേരിട്ട് ന്യൂസ് മലയാളത്തോട് ഇക്കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. PR പ്രവീണയും ആൽബിനും നമ്മോടൊപ്പം വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. പ്രവീണ, ഇതിപ്പോൾ സുകുമാരൻ നായർ സാധാരണ മാധ്യമങ്ങളോട് അങ്ങനെ സംസാരിക്കുക പതിവില്ല. അത് അസാധാരണമായ സാഹചര്യങ്ങളിൽ മാത്രമാണ്, അപൂർവമായിട്ട് മാത്രമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് നേരിട്ട് സംസാരിക്കാറുള്ളത്. കഴിഞ്ഞ ദിവസം പക്ഷേ ഒരു പത്രത്തിന് അദ്ദേഹം കൊടുത്ത അഭിമുഖത്തിൽ പ്രധാനപ്പെട്ട ചില വർത്തമാനങ്ങളുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മളോടാണ് ആദ്യമായിട്ട് സുകുമാരൻ നായർ ഈ അതിപ്രധാനമായിട്ടുള്ള രാഷ്ട്രീയ മാറ്റം, NSSൻ്റെ രാഷ്ട്രീയ നിലപാടിലെ ഒരു പ്രധാനപ്പെട്ട ചേഞ്ച് എന്ന് തന്നെ പറയാവുന്ന ഈ കാര്യം നമ്മളോടാണ് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. നേരിട്ട് PR പ്രവീണയോടാണ് സംസാരിച്ചത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം കഴിഞ്ഞ ദിവസം നമ്മൾ പത്രങ്ങളിൽ വന്ന് വായിച്ച ആ പ്രധാനപ്പെട്ട രാഷ്ട്രീയ മാറ്റം കൃത്യമായിട്ടും അദ്ദേഹം ഉറച്ചു നിൽക്കുന്നതാണ് എന്ന ഉറപ്പാണ് അദ്ദേഹം വീണ്ടും നൽകിയത്, അല്ലേ? കൃത്യമായും, അതായത് UDFിനോടുള്ള വിശ്വാസം, കോൺഗ്രസിനോടുള്ള വിശ്വാസം നഷ്ടമായി. കോൺഗ്രസ് വിശ്വാസി സമൂഹത്തോടൊപ്പമല്ല, അവർക്ക് ന്യൂനപക്ഷങ്ങളിലാണ് താല്പര്യമെന്നുള്ള ഒരു കാര്യം ആവർത്തിച്ച് പറയുകയാണ് ചെയ്തത്. മാത്രവുമല്ല, ഭരണമുണ്ടായിട്ടും വേണമെങ്കിൽ സ്ത്രീ പ്രവേശനം നടത്താമായിരുന്നിട്ടും അതിൽ നിന്നൊക്കെ LDF സർക്കാർ പിന്നോട്ട് പോയി വിശ്വാസ സംരക്ഷണം അല്ലെങ്കിൽ ആചാര സംരക്ഷണം എന്നുള്ള കാര്യത്തിലേക്ക് LDF സർക്കാർ ഉറച്ചു നിൽക്കുന്നു. അപ്പോൾ അവർക്കൊപ്പം നിൽക്കാൻ തന്നെയാണ് തീരുമാനം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. സാധാരണഗതിയിൽ അയ്യപ്പ സംഘവുമായി സഹകരിക്കാതിരിക്കാൻ UDF അല്ലെങ്കിൽ കോൺഗ്രസ് പറഞ്ഞ ന്യായങ്ങളുണ്ട്. അതിലൊന്ന്, സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നൽകിയ സത്യവാങ്മൂലം പിൻവലിക്കുമോ? 2, NSSനെതിരെ അടക്കമെടുത്ത നാമജപ ഘോഷയാത്രയിൽ അടക്കമെടുത്ത എല്ലാ കേസുകളും പിൻവലിക്കുമോ? ഇതിന് രണ്ടിനും ഉത്തരം കിട്ടിയ ശേഷം ഞങ്ങൾ അതുമായി സഹകരിക്കുന്ന കാര്യം ആലോചിക്കാമെന്നാണല്ലോ കോൺഗ്രസ് പറഞ്ഞത് എന്നുള്ള ചോദ്യത്തിന് അത്തരത്തിലുള്ള ഒരു ന്യായീകരണവും അവർ അർഹിക്കുന്നില്ല എന്നുള്ള മറുപടിയാണ് നൽകിയത്. അതായത് ഇത്രയും നാൾ സമദൂര സിദ്ധാന്തം എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസിന് അനുകൂലമായി മാറിയിരുന്ന ഒരു കാലത്ത് നിന്നും NSS പിന്നോട്ട് പോയിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു റീസണുമുണ്ട്. NSS ആഗ്രഹിക്കുന്ന ആളുകൾ ഇപ്പോൾ കോൺഗ്രസിന്റെ തലപ്പത്ത് അല്ലെങ്കിൽ നേതൃനിരയിൽ ഇല്ല എന്നുള്ളൊരു വിമർശനം NSSനിടയിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. കൃത്യമായ താക്കോൽ സ്ഥാനങ്ങളിൽ കോൺഗ്രസ് മറ്റ് വിഭാഗങ്ങളെ കൂടുതൽ പ്രതിഷ്ഠിക്കുന്നു എന്നുള്ളൊരു ആരോപണം നേരത്തെ ഉണ്ടായിരുന്നു. അതിലൊക്കെയുള്ള വിമർശനം കൂടിയാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ സമദൂരത്തിൽ നിന്ന് പിന്നോട്ട് പോയി LDF സർക്കാരിനൊപ്പം നിൽക്കുകയാണെന്ന് ആവർത്തിച്ച് ആണയിടുമ്പോൾ എന്തായാലും NSSന്റെ നിലപാട് വ്യക്തമാണ്. വിശ്വാസ സമൂഹത്തോടൊപ്പമല്ല കോൺഗ്രസ് ഉള്ളത്. ഇതെല്ലാം ഇലക്ഷൻ സ്റ്റണ്ടാണ്. വോട്ട് കിട്ടാൻ വേണ്ടി, 10 വോട്ട് കിട്ടാൻ വേണ്ടി, ന്യൂനപക്ഷങ്ങളെ ഒപ്പം കൂട്ടാൻ വേണ്ടി വിശ്വാസ സമൂഹത്തെ കോൺഗ്രസ് തള്ളിപ്പറയുന്നു എന്ന് NSS പോലൊരു സംഘടന പറയുമ്പോൾ അതിലുള്ള രാഷ്ട്രീയം വളരെ വ്യക്തമാണ്. കോൺഗ്രസുകാർക്കിടയിൽ വലിയ ഞെട്ടലുണ്ടാക്കിയ പ്രതികരണവും കൂടിയാണ് സനീഷിത്. നിശ്ചയമായിട്ടും പ്രവീണ, കോൺഗ്രസ്സുകാർക്കിടയിൽ സ്വാഭാവികമായിട്ടും വലിയ ഞെട്ടലുണ്ടായിട്ടുണ്ടാവും. രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് അങ്ങേയറ്റം കൗതുകവും ഒരളവ് വരെ ഞെട്ടൽ എന്ന് തന്നെ പറയാവുന്ന പൊതുസമൂഹത്തിനും അങ്ങനെ ഉണ്ടാകുന്ന ഒരു കാര്യമാണല്ലോ. കാരണം NSS ഈ ഘട്ടത്തിൽ കോൺഗ്രസിനെ തള്ളിപ്പറയുക, ഈ സർക്കാരിന്, പിണറായി വിജയൻ സർക്കാരിന് അനുകൂലമായി ആണെന്ന് വ്യാഖ്യാനിക്കാവുന്ന ഒരു നിലപാട് സ്വീകരിക്കുക എന്നത്, അത് അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സംഭവമാണ്. ആൽവിൻ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആൽവിൻ, ഇത് കോൺഗ്രസിന് അകത്തെ പൊളിറ്റിക്സിൽ ഏത് വിധത്തിലായിരിക്കും പ്രതിഫലിക്കുക? കോൺഗ്രസ് പല പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ട് നിൽക്കുകയാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഷ്യൂ അടക്കം ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ, അതിനകത്തെ നേതാക്കൾ തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മയൊക്കെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന അത്രക്ക് സുഖകരമല്ലാത്തൊരു സാഹചര്യത്തിൽ കോൺഗ്രസിനെ വല്ലാത്തോതിൽ ബുദ്ധിമുട്ടിലാക്കില്ലേ ഇത്? കോൺഗ്രസിനകത്തെ നേതാക്കളെയും അകത്തെ സാഹചര്യങ്ങളെയും NSS ജനറൽ സെക്രട്ടറിയുടെ ഈ പ്രസ്താവന എങ്ങനെയാണ് ബാധിക്കുക? നിശ്ചയമായും സനീഷ, വലിയ ഞെട്ടൽ തന്നെയാണ് കോൺഗ്രസ് പാളയത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാര്യം ഒരു ഘട്ടത്തിൽ പോലും NSS കോൺഗ്രസിനെതിരെ ഇത്തരത്തിലൊരു വിമർശനം അദ്ദേഹം ഉന്നയിച്ചിട്ടില്ല, അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലൊന്നും അത്തരത്തിലൊരു വിമർശനാത്മകമായി കോൺഗ്രസിനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതോടൊപ്പം തന്നെ BJPയും വലിയ തോതിൽ നിശ്ചിതമായി അദ്ദേഹം വിമർശിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തില്ല, ഈ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങളിൽ ഒന്നും ചെയ്തില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായി BJP എടുത്തു പറയുന്നുണ്ട്. കോൺഗ്രസ്സിൽ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ സുകുമാരൻ നായരുമായി അടുത്തുള്ള വൃത്തങ്ങളുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു അതൃപ്തിയുണ്ട്, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു അതൃപ്തിയുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാര്യം ഒരു നായർ വിഭാഗത്തിൽപ്പെടുന്ന ഒരാൾ അതിൻ്റെ തലപ്പത്തില്ല എന്നതിൻ്റെ ഒരു നീരസ്യമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് എന്ന് വേണം നമുക്ക് ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. കാര്യം സതീശൻ എപ്പോഴും ഒരു നിലപാടുകൾ ഉറച്ചു നിൽക്കുകയും അത്രത്തോളം ഒരു NSSനോട് കൂടുതൽ അടുപ്പം കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ അതിൽ സുകുമാരൻ
നായർക്ക് അതൃപ്തിയുണ്ട്. പകരം ഒരു പക്ഷേ രമേശ് ചെന്നിത്തലയെ ഉയർത്തി കാണിക്കുന്നതിന് വേണ്ടി ഈ പ്രസ്താവന നമുക്ക് കാണാൻ കഴിയും എന്ന് വേണം പോലും നമുക്ക് പറയാൻ ഈ ഘട്ടത്തിൽ കഴിയും. കാര്യം രമേശ് ചെന്നിത്തലയുടെ മുൻകാലങ്ങളിൽ നമുക്കറിയാവുന്നതുപോലെ താക്കോൽ സ്ഥാനം എന്ന ഒരു വലിയ പ്രയോഗം പോലും അദ്ദേഹം കൊണ്ടുവന്ന രമേശ് ചെന്നിത്തല പിന്നീട് ആഭ്യന്തരമന്ത്രിയാവുകയും ഒക്കെ ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായത് നമുക്കറിയാം. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ, ഇപ്പോഴത്തെ ഘട്ടത്തിൽ കോൺഗ്രസിനെ അദ്ദേഹം പൂർണ്ണമായി വിമർശിക്കുന്നുണ്ട്. അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യം, ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി മാത്രമാണ് കോൺഗ്രസ് നിലകൊള്ളുന്നത്. മുസ്ലിം വിഭാഗത്തോടും ക്രിസ്ത്യൻ വിഭാഗത്തോടും കോൺഗ്രസ് കൂടുതൽ അടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഹിന്ദു വോട്ടുകൾ കോൺഗ്രസിന് ഇപ്പോൾ ആവശ്യമില്ല എന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിമർശനം എന്ന നിലയിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. സ്വാഭാവികമായും ഇന്ന് കോൺഗ്രസ് പാളയത്തിൽ ഇത്തരമൊരു പ്രസ്താവന, NSS ജനറൽ സെക്രട്ടറിയുടെ പ്രസ്താവന വലിയ ഞെട്ടൽ ഉണ്ടാക്കും. ഒരുപക്ഷേ ഇത് പാച്ചപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഉടൻ തന്നെ കോൺഗ്രസ് നേതാക്കൾ ഒരുപക്ഷേ അദ്ദേഹവുമായി ബന്ധപ്പെടാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഒരുപക്ഷേ നേതൃത്വത്തിൽ ഉള്ള ആരെങ്കിലുമൊക്കെ തന്നെ അദ്ദേഹവുമായി കൂടുതൽ അടുപ്പമുള്ള ആളുകളൊക്കെ തന്നെയും ഉടൻ തന്നെ അദ്ദേഹവുമായി ഒരു ചർച്ച നടത്താനോ എന്താണ് പ്രശ്നങ്ങളെന്ന് കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കോൺഗ്രസ് പാർട്ടിയിൽ ഒരുപക്ഷേ ഉടൻ തന്നെ അതിനുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് വേണം നമുക്ക് കരുതാൻ. ഏതായാലും വലിയ ഞെട്ടൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്, നേതാക്കൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് NSSൻ്റെ ജനറൽ സെക്രട്ടറി ഇങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളത്, പ്രത്യേകിച്ച് സുകുമാരൻ നായർ അങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം എല്ലാ കാലത്തും UDFനോടും കോൺഗ്രസിനോടും ഒരു മൃദു സമീപനം ഉണ്ട്. സമദൂരം എന്ന് പറയുമ്പോൾ പോലും ഒരു സമീപനത്തിലാണ് അദ്ദേഹം പോകാറുള്ളത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഭിന്നാഭിപ്രായം അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് രേഖപ്പെടുത്തിയത് അതാണ് അതിലെ പ്രശ്നം. ഞാനൊന്ന് തിരിച്ചു വരാം ആൽവിൻ താങ്കളിലേക്ക്. PR പ്രവീണ തുടരുന്നുണ്ട്. പ്രവീണ, ഇത് ആൽവിൻ ഇപ്പോൾ പറഞ്ഞു നിർത്തിയതുപോലെ തന്നെയാണ്. അതായത് ഒരു LDF സർക്കാരിനെ അല്ലെങ്കിൽ CPIMനെ NSS ജനറൽ സെക്രട്ടറി വിമർശിക്കുക എന്ന് വെച്ചാൽ അതൊരു സാധാരണ കാര്യമാണ്. അങ്ങനെ ഉണ്ടാകാറുണ്ട്. അവർ പരസ്പരം ആ നിലക്കുള്ളൊരു ബന്ധമാണ് വെച്ച് പോകാറുള്ളത്. പക്ഷേ കോൺഗ്രസിനെയും UDFനെയും ഇങ്ങനെ നിശിതമായിട്ട് തള്ളിപ്പറയുക എന്നത് NSSൻ്റെ ഭാഗത്ത് സാധാരണത്തിൽ ഉണ്ടാകാറില്ല. എന്ന് മാത്രമല്ല, നമ്മൾ കാണുമ്പോൾ ഇത് രണ്ടാം തവണയും ഭരിക്കുന്ന ഒരു ഇടതുപക്ഷ സർക്കാരാണ്. അടുത്ത തവണയും ഞങ്ങൾ അധികാരത്തിൽ തുടരും എന്ന് LDF ആത്മവിശ്വാസത്തോടെ നിൽക്കുമ്പോൾ അതിനെതിരെ അതിശക്തമായിട്ട് പോരാടുകയും എങ്ങനെയും ഞങ്ങൾ ഈ ഭരണം പിടിക്കും എന്ന ഒരു ധൈര്യവുമായിട്ട് ആത്മവിശ്വാസമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതിനിടയിൽ ഇത്തരൊരു വർത്തമാനം വലിയ തോതിൽ അടിയാവുകയില്ലേ? SNDP വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തോടൊപ്പം അല്ലെങ്കിൽ ഇടതുപക്ഷത്തോടൊപ്പം തന്നെ സഹയാത്രികനായിട്ട് പോകുന്നതാണ്. ഒരേ കാറിലാണ് മുഖ്യമന്ത്രിയും വെള്ളാപ്പള്ളിയും കഴിഞ്ഞ ദിവസം പരിപാടിക്ക് വന്നത്. ആ നിലക്ക് വളരെ ക്ലോസ് ആയിട്ട് പോകുമ്പോൾ NSS കൂടെ ഇങ്ങനെ നിലപാട് സ്വീകരിക്കുന്നത് ആകപ്പാടെ അമ്പരപ്പിലാക്കില്ല. എങ്ങനെയാണ് അവർക്ക് പരിഹരിക്കാനാവുക UDF നേതൃത്വത്തിന്, പ്രത്യേകിച്ചും കോൺഗ്രസ് നേതൃത്വത്തിന്? വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിക്കൊപ്പം ഒരേ കാറിൽ സഞ്ചരിച്ചുവെങ്കിൽ NSS ഏതാണ്ട് സർക്കാരിനൊപ്പം ഒരേ ദിശയിൽ സഞ്ചരിക്കുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. കാരണം NSSന് കോൺഗ്രസിൻ്റെ നേതൃനിരയോട് വലിയ തോതിലുള്ള അതൃപ്തിയുണ്ട്. അത് VD സതീശൻ സ്വീകരിക്കുന്ന നിലപാടുകളാകട്ടെ, അതുപോലെ തന്നെ തലപ്പത്തേക്ക് എത്തുന്ന നേതൃത്വമാകട്ടെ, അതൊക്കെയും ന്യൂനപക്ഷത്ത് നിന്ന് വരുന്നതാണ് എന്നുള്ള പൊതുവികാരം ഇപ്പോൾ NSSനുണ്ട്. മാത്രവുമല്ല, പല കാര്യങ്ങളിലും NSSനോട് അഭിപ്രായം ചോദിച്ചിരുന്ന കോൺഗ്രസ് നേതൃനിര മാറിയതോടുകൂടി അതിൽ നിന്ന് പിന്നോക്കം പോകുന്ന അവസ്ഥയുണ്ട്. നമുക്കറിയാം, ദേവസ്വം ബോർഡ് നിയമനങ്ങളിലൊക്കെ നേരത്തെ കോൺഗ്രസ് എന്ത് തീരുമാനിച്ചാലും അത് NSSൻ്റെ നിലപാടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായി നേതൃത്വത്തിലേക്ക്, അത് കീ പോസ്റ്റ് എന്നൊക്കെ പറയുന്ന താക്കോൽ സ്ഥാനങ്ങളിലേക്ക് വരുന്ന പല സ്ഥാനങ്ങളിലും NSSനെ മാറ്റി നിർത്തുന്നു എന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ട്. അത്തരം തോന്നലുകളിൽ നിന്ന് നിൽക്കുമ്പോഴാണ് ഇവിടെ LDF NSSനോട് അടുക്കുന്നത്. LDF പറഞ്ഞ കാര്യങ്ങളാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ അവിടുത്തെ ഒരു പ്രാദേശിക നേതാവിൻ്റെ വീട്ടിലായിരുന്നു, ഇപ്പോൾ തിരിച്ചിറങ്ങിയിരിക്കുന്നു രാഹുൽ. ദൃശ്യങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കോങ്ങാട് നിയോജക മണ്ഡലത്തിലെ കാഞ്ഞിരം എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിരിക്കുന്നു. ഇവിടെ പ്രാദേശിക കോൺഗ്രസ് നേതാവ് ജോയിയുടെ വീട്ടിലെത്തി അവിടെ എത്തി സന്ദർശനം നടത്തി. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും വാഹനത്തിലേക്ക് കയറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ എന്തായാലും നിലവിൽ അജിത് ബാബു അവിടെ നിന്ന് വിവരങ്ങൾ നൽകും. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് രാവിലെയാണ് പാലക്കാട്ട് 38 ദിവസങ്ങൾക്ക് ശേഷം ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ 38 ദിവസങ്ങൾക്ക് ശേഷം പാലക്കാട് മണ്ഡലത്തെത്തി. ഇന്നാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അജിത്ത് അവിടെയുണ്ട്. അജിത്ത്, ഇപ്പോൾ എങ്ങോട്ടാണ് ഇനി പോവുക? ഈ ജോയിയുടെ വീട്ടിൽ സന്ദർശനം നടത്തി ഇത്തരത്തിൽ ഇവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. കോങ്ങാട് മണ്ഡലത്തിൽ പെടുന്ന സ്ഥലമാണിത്. അവിടെയാണ് ഇത്തരത്തിൽ ഈ പ്രാദേശിക കോൺഗ്രസ് നേതാവായിട്ടുള്ള ജോയിയുടെ വീട്ടിൽ കുറച്ചധികം നേരം അദ്ദേഹം സമയം ചെലവഴിച്ചു. ഇവിടുത്തെ പ്രാദേശിക നേതാക്കൾ കോൺഗ്രസ് ഉൾപ്പെടെ ഇങ്ങോട്ട് എത്തി. സൊസൈറ്റിയുടെ ഇപ്പോഴത്തെ ഭാരവാഹിയാണ്. നേരത്തെ ഇവിടുത്തെ പഞ്ചാണ് ജോയി കുറച്ചധികം സമയം ചെലവഴിച്ച ശേഷം ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. പീറ്റർ പൗലോസ് എന്ന് പറയുന്ന
മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ വാഹനം ഇവിടെ നിന്ന് നീങ്ങി കഴിഞ്ഞു. സനീഷ്, അതായത് KPCCയുടെ മുൻ സെക്രട്ടറി ആയിരുന്ന PJ പൗലാസ്, അദ്ദേഹത്തിന്റെ അവിടെ ചെറിയ ശബ്ദപ്രശ്നമുണ്ട്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ജോയ് എന്ന പാലക്കാട് പൊറ്റശ്ശേരിയിലെ പ്രാദേശിക കോൺഗ്രസ് നേതാവിൻ്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ 38 ദിവസങ്ങൾക്ക് ശേഷമാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലേക്ക് എത്തുന്നത്. ഇന്ന് രാവിലെയാണ് എത്തിയത്. ഇപ്പോൾ കൂടെ ഒരു പ്രാദേശിക യൂത്ത് കോൺഗ്രസ് നേതാവ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ പ്രാദേശിക നേതാവ് ജോയിയുടെ വീട്ടിലേക്ക് എത്തി. ഇപ്പോൾ കുറച്ച് പ്രവർത്തകരെയൊക്കെ കൂടെ കാണുന്നുണ്ട്. എന്തായാലും വലിയ സമരത്തിലേക്കൊക്കെ പോകും, പ്രതിഷേധിക്കുമെന്നൊക്കെ അവിടുത്തെ പ്രാദേശിക എതിർ പാർട്ടിക്കാർ BJPയും CPIഎമ്മും നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അതിലേക്ക് അജിത് ബാബു വിവരങ്ങൾ തരുന്നവർക്ക് വരാം. മറ്റു വാർത്തകളിലേക്ക് പോയി വരാം.